ഇപ്പോൾ ഒരു ചൂട് സമയം അതുകൊണ്ട് തന്നെ പലരും അതിലും കൂടുതൽ സമയം AC യൂസ് ചെയ്യുന്നവരാണ്. സോ അവരുടെയൊക്കെ ഒരു പ്രശ്നമാണ് കറണ്ട് ബില്ല് കൂടുക എന്നുള്ളത്. സോ ഈ വീഡിയോ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കറണ്ട് ബില്ല് മാക്സിമം കുറയ്ക്കാൻ പറ്റും, AC യൂസ് ചെയ്യുന്നവർക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് പറയുന്ന 2 ടിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, നമുക്ക് തുടങ്ങാം. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. കാരണം AC ഓൺ ആക്കുന്ന സമയത്ത് ഡീഫോൾട്ട് ആയിട്ട് എല്ലാ ACയും 24°C ആയിരിക്കും ടെമ്പറേച്ചർ വരുന്നത്. സോ ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ ഫസ്റ്റ് റൂം കൂൾ ചെയ്യുക. പലരും ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് AC ഓണാക്കി ഉടനെ തന്നെ പെട്ടെന്ന് തണുക്കാനായിട്ട് 60-ലും 70-ലൊക്കെ ഇടുന്നത്. സോ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ റൂം AC ഓണാക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചർ 29 or 30 ആണെന്ന് വെച്ചു. സോ ആ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് പെട്ടെന്ന് 60-ലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ AC അത്രത്തോളം കറണ്ട് യൂസ് ചെയ്യും, സ്ട്രെയിനും എടുക്കുന്നുണ്ട്. സോ അത് കൂടുതൽ കറണ്ട് ബില്ല് വരുത്തും. സോ രണ്ടാമത്തെ ഫീച്ചറാണ് പവർ സേവിംഗ് മോഡ്. മിക്ക ACകളിലും കണ്ടു വരുന്ന ഒരു ഫീച്ചറാണ്. ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ AC ഒരു നമ്മുടെ റൂം ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ കംപ്രസർ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. ആ സമയത്ത് നമുക്കറിയാൻ പറ്റും AC പെട്ടെന്ന് ഒരു സൈലന്റ് ആയ ഒരു ഫീലൊക്കെ കിട്ടും. സോ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തണുക്കാൻ കുറച്ച് ടൈം എടുക്കും ഈ ഒരു പവർ സേവിംഗ് മോഡ് ഇടുവാണെങ്കിൽ. അത് മാത്രമുള്ള ഒരു പ്രശ്നം എന്ന് പറയാൻ നമുക്ക് നല്ലൊരു എനർജി ഇതുവഴി സേവ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ എന്ന് വെച്ചാൽ പീക്ക് ടൈമാണ്. എന്ന് വെച്ചാൽ വൈകിട്ട് ഒരു 6 മണി മുതൽ രാത്രി 10 മണി വരെ KCV നോർമൽ ചാർജിനെക്കാട്ടിൽ 25% കൂടുതലാണ് നമ്മുടെ ഇന്ന് മേടിക്കുന്നത്. സോ ആ ഒരു ടൈമിൽ മാക്സിമം AC ഒഴിവാക്കാൻ ശ്രമിക്കുക. രാത്രി 10 മണിക്ക് ശേഷം AC ഓൺ ആക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു 25% കൂടുതൽ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, 4 എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ACയുടെ എയർ ഫിൽറ്റർ. ഈ ഒരു എയർ ഫിൽറ്റർ ഡിസൈർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ AC കൂടുതൽ സ്ട്രെസ് എടുക്കും, എയറിനകത്തോട്ട് സക്ക് ചെയ്യാനായിട്ട്. സോ AC കൂടുതൽ സ്ട്രെസ് എടുത്താൽ കറണ്ട് കൂടുതൽ യൂസ് ചെയ്യും, നമ്മുടെ കറണ്ട് ബില്ലും കൂടും. സോ പീരിയോഡിക്കലി എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കറണ്ട് ബില്ല് വ്യത്യാസം വരുന്നതാണ്. സോ അടുത്ത വീഡിയോ കാണാം. അപ്പോഴത്തേക്കും ബൈ.